എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി. അതിലെ 3ാമത്തെ യൂണിറ്റ് അറിവിനറിവായി നിറവായി. അതിലെ ആദ്യത്തെ പ്രവേശകവും തുടർന്നുള്ള ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗവുമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വായോ കാണൂ, കേൾക്കൂ, പഠിക്കൂ. കൂടാതെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള ഏതൊരു അഭിപ്രായവും രേഖപ്പെടുത്തുക. എല്ലാവരും ചെയ്യുമല്ലോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് പ്രവേശകം പഠിക്കാം. യൂണിറ്റ് 3 അറിവിനറിവായി നിറവായി. ഈ യൂണിറ്റിലെ പാഠങ്ങളെല്ലാം തന്നെ അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അറിവ് എല്ലായ്പ്പോഴും നിറവ് തന്നെയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ അറിവാണ്. അവന് നല്ല ജീവിതം നൽകുന്നതും അറിവാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. ഏതൊരു ധനത്തെക്കാളും പ്രധാനം വിദ്യയാണ്. വിദ്യ നമ്മളിൽ നിന്നും ആർക്കും മോഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അത് നേടുന്ന വ്യക്തിയിൽ തന്നെ അത് എന്നെന്നും നിലനിൽക്കുക ചെയ്യും. നമുക്കിവിടെ പ്രവേശകമായി നൽകിയിട്ടുള്ളത് NV കൃഷ്ണവാര്യരുടെ പുസ്തകങ്ങൾ എന്ന കവിതയിലെ 4 വരികളാണ്. നമുക്കതൊന്ന് ചൊല്ലാം. ജ്ഞാനപൂർത്തിയിൽ ജീവിത സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാരസർവസ്വം. വലിയ ഒരു അർത്ഥതലം വ്യക്തമാക്കുന്ന ഉൾക്കൊള്ളിക്കുന്ന 4 വരികൾ. ഈ വരികളുടെ ആശയം നമുക്കൊന്ന് നോക്കാം. ജ്ഞാനപൂർത്തിയിൽ ജീവിത സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം. പൂർണ്ണമായ അറിവ് നേടുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവിത സത്യം മനസ്സിലാക്കുന്നത്. അതുപോലെ പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാരസർവസ്വം. പുസ്തകങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് നിറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ അറിവ്. മനുഷ്യൻ ഇക്കാലം അത്രയും നേടിയ അറിവുകളെല്ലാം പുസ്തകങ്ങളിൽ അങ്ങനെ നിറഞ്ഞ് ഇരിക്കുകയാണ്. പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് അറിവുകൾ നേടുന്നത്? ഗുരുഭൂതരിൽ നിന്നും, മറ്റുള്ള വ്യക്തികളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും സ്വയം അറിയുന്ന അറിവുകൾ. എന്നാൽ ഇങ്ങനെയാണോ നമ്മൾ പൂർണ്ണമായിട്ടുള്ള അറിവുകൾ നേടുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ പൂർണ്ണമായ അറിവ് നേടുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. കാരണം പുസ്തകങ്ങൾ അറിവിൻ്റെ ഉറവിടങ്ങളാണ്. പുസ്തകങ്ങളിൽ അറിവുകൾ അങ്ങനെ നിറച്ചു വച്ചിരിക്കുകയാണ്. ഈ പുസ്തകങ്ങൾ എന്നാണുണ്ടായത്? നമുക്കറിയാം. ആദ്യകാലത്ത് കടലാസോ അല്ലെങ്കിൽ അത് അച്ചടിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ടും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഓരോ മഹത് വ്യക്തികൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു. അന്നൊക്കെ എഴുതിയിരുന്നത് എഴുത്തോലകളിലായിരുന്നു. നാരായം ഉപയോഗിച്ച്, എഴുത്താണി ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട്, നമ്മളിന്ന് പേപ്പറിൽ എഴുതുന്നത് പോലെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാനൊന്നും സാധിക്കില്ല. വളരെ കഷ്ടപ്പെട്ട് എഴുത്താണി ഉപയോഗിച്ച് അങ്ങനെ എഴുതി സൂക്ഷിച്ചു. ഭാരതത്തിൻ്റെ മഹാ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും, വേദവ്യാസ മഹർഷി എഴുതിയ മഹാഭാരതം, ആദികവിയായ വാൽമീകി എഴുതിയ രാമായണം, ഇതൊക്കെ ഇന്നും നമ്മൾ വായിക്കുന്നത്, അതിലെ സാരാംശങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അന്നവർ അത് എഴുതി സൂക്ഷിച്ചതിനാലാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് തലമുറകളായി ഓരോ കാലത്തും ജീവിച്ചിരുന്ന പ്രഗത്ഭർ അവർ നേടിയ അറിവുകൾ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവരുടെ മരണത്തോടുകൂടി ആ അറിവുകൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. പുസ്തകങ്ങളിൽ അവയെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നത് കൊണ്ട്
പിൽക്കാല സമൂഹത്തിന്, പിൽക്കാല മനുഷ്യന് അത് വായിച്ച് ആ അറിവുകൾ നേടാൻ സാധിക്കുന്നു. കവി പറയുന്നത് പോലെ ഇക്കാലം അത്രയും മനുഷ്യൻ നേടിയ എല്ലാ വിജ്ഞാനവും പുസ്തകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? പാഠപുസ്തകങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിന് പുറമേയുള്ള മറ്റ് പുസ്തകങ്ങൾ. വായനാശീലം, വായനാശീലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഈ വരികൾ അർത്ഥമാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് വായന. വായനയിലൂടെ നമ്മൾ എന്തെല്ലാം അറിവുകളാണ് നേടിയെടുക്കുന്നത്. വായന വ്യക്തിയുടെ ഭാവനയെ വളർത്തുന്നു, ചിന്താശേഷിയെ വികസിപ്പിക്കുന്നു, കഴിഞ്ഞില്ല, ഭാഷാപരമായ കഴിവുകളും വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് വായന പ്രയോജനപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രവേശകത്തിലൂടെ കവി നൽകുന്ന ആശയം, പുസ്തകങ്ങൾ അറിവിൻ്റെ നിറകുടങ്ങളാണ്. അതിനാൽ പുസ്തക പാരായണം നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. ആ പുസ്തക വായനയിലൂടെ നമ്മൾ പല പല അറിവുകൾ നേടിയെടുക്കും. ഓർക്കുക, നിങ്ങളെല്ലാവരും ആ വായനാശീലം സ്വീകരിക്കണം. വെക്കേഷൻ സമയത്തൊക്കെ അടുത്തുള്ള ലൈബ്രറികളിലൊക്കെ പോയിട്ട് പ്രഗത്ഭരായ വ്യക്തികൾ എഴുതിയ അറിവ് പകർന്നു തരുന്ന നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. അത് നിങ്ങളെ നല്ല മനുഷ്യരാക്കി തീർക്കും. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വന്നാലോ? ഇതാ, അരങ്ങിൽ തുറന്നു വെച്ച ഒരു പുസ്തകം, കത്തിച്ചു തൂക്കിയ വെളിച്ചം, ചരിത്രം തുടിക്കുന്ന താളുകൾ. ഈ വാക്യങ്ങളുടെ അർത്ഥം എന്താണ്? അരങ്ങ്, വേദി. ആ അരങ്ങിൽ ഒരു പുസ്തകം തുറന്നു വച്ചിരിക്കുകയാണ്. ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ അഭിനയിക്കുന്നത്. അവിടെ വെളിച്ചത്തിനായിട്ട് കത്തിച്ചു തൂക്കിയ ചെറിയ മണ്ണെണ്ണയൊഴിച്ചൊക്കെ കത്തുന്ന ആ പെട്രോമാക്സിന്റെ വെളിച്ചമേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റുകളുടെ മിന്നുന്ന പ്രകാശവലയമൊന്നും അന്നില്ല. ചെറിയ ഒരു വെളിച്ചം. ആ ചെറിയ വെളിച്ചത്തിൽ അവിടെ ചരിത്രം തുടിക്കുന്ന ആ താളുകളാണ് അങ്ങനെ മിന്നിമറയുന്നത്. ചരിത്രം തുടിക്കുന്ന താളുകൾ. ആ തുറന്നു വച്ചിരിക്കുന്ന പുസ്തകത്തിലെ പേജുകളിലുള്ള കാര്യങ്ങൾ, അതാണ് ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലുള്ള ചരിത്രം. അത് ഒട്ടും തന്നെ അതിശയോക്തി ഇല്ലാതെ യഥാർത്ഥമായ വിധത്തിൽ ആ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ഇത് എഴുതിയിരിക്കുന്നത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ആ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ പാഠത്തിന്റെ തലക്കെട്ട് പറയുന്നത് പോലെ ചരിത്രം രചിച്ച ഒരു നാടകം തന്നെയാണ്. ഏതൊരു മികച്ച കൃതിയുടെയും അവതാരിക പല പ്രഗത്ഭരും എഴുതാറുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ അവതാരിക എഴുതിയത്, അവതാരിക എന്ന് പറഞ്ഞാൽ ആമുഖ രചന, ആ കൃതിയെക്കുറിച്ചുള്ള പ്രത്യേകതകളും അതിന്റെ മഹത്വങ്ങളും അതിലെ പ്രധാന കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആമുഖ വിവരണം, അതിനാണ് അവതാരിക എന്ന് പറയുക. ഇവിടെ നമ്മുടെ നാടകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ, കേരള ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്ന കെ അദ്ദേഹം എഴുതിയ ആ അവതാരികയിലെ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠം തുടങ്ങുകയായി. കെ കേളപ്പൻ അവതാരികയിൽ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. വി.ടി. ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രാഭവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല. അതെ, വി.ടി. ഭട്ടതിരിപ്പാടിനെ കണ്ടാൽ വലിയ പ്രാഭവമോ അല്ലെങ്കിൽ ഗാംഭീര്യമോ അസാധാരണത്വമോ ഒന്നുമില്ല. ഒരു മെലിഞ്ഞ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം
സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ വ്യക്തിയാണ് എന്ന് ലേഖകൻ ഉറപ്പിച്ചു പറയുന്നു. അതിന് കാരണമുണ്ട്. ഏറ്റവും ചെറിയ ഒരണു, ആ അണുവാണല്ലോ ആറ്റം. അതിന്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും. ഏറ്റവും ചെറിയ ആ അണുവായ ആറ്റം അത് ചെറുതാണ്, അതിനൊരു കഴിവുമില്ല എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും? ആ ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അതതിന്റെ ശക്തി തെളിയിച്ചാൽ, ശക്തി ജ്വലിപ്പിച്ചാൽ അത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും. വീട്ടിയുടെ ചിന്താശക്തിയുടെ ബഹിർപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു. വീട്ടിയുടെ മനസ്സിലൂടെ കടന്നുപോയ ആ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ചിന്താശക്തി അത് പുറത്തേക്ക് വരികയാണ്, ഉള്ളിൽ തന്നെ ഇരിക്കാതെ അത് ബഹിർപ്രസരം പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അങ്ങനെ പ്രവഹിച്ചപ്പോൾ അത് സമുദായത്തെ, നമ്പൂതിരി സമുദായത്തെ തന്നെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു. ഇവിടെ ലേഖകൻ പറയുന്നു, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോംബായിരുന്നു. ആ കാലഘട്ടത്തില് ഒരു ആറ്റം ബോംബിന് തുല്യമായ ഒന്നായിരുന്നു വീട്ടി എഴുതിയ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. ആറ്റം ബോംബ് 1945 രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6-നാണത്, 1945 ഓഗസ്റ്റ് 6-ന് അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്ര സംഭവം. അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? ഹിരോഷിമ നഗരം ഒന്നാകെ കത്തി നശിച്ചു. തത്സമയം തന്നെ 1,40,000 ആളുകൾ കൊല്ലപ്പെട്ടു. അന്നത്തെ ആ ആറ്റം ബോംബ് വർഷിച്ചതിന്റെ അണുപ്രസരണത്തിന്റെ ഫലമായിട്ട് പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ മരണമടയുകയുണ്ടായി. പല പല മാരക രോഗങ്ങളും പിടിപെടുകയും കാലക്രമത്തിൽ മരണമടയുകയും ചെയ്ത ജനത. അവിടെ ജനിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അണുവികിരണത്തിന്റെ ഫലമായ അംഗവൈകല്യങ്ങളും മറ്റു രോഗങ്ങളും ഒക്കെ പിടിപെടുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നാണ് കണക്കെടുപ്പുകൾ പറയുന്നത്. എന്തായാലും അന്ന് ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബ് വലിയ ഒരു നാശം തന്നെയാണ് ജപ്പാനിൽ ഉണ്ടാക്കിയത്. അതിന് തുല്യമായ ഒരു ആറ്റം ബോംബാണ് വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തെ ഇളക്കി മറിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇവിടെ വി.ടി. പ്രയോഗിച്ച ആ ആറ്റം ബോംബ് ഏതാണ്? അദ്ദേഹം എഴുതിയ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ടുകിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളിളക്കമുണ്ടാക്കി. നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് ലേഖകൻ പറയുന്നത് നോക്കൂ. ഒരു വക മാറ്റങ്ങൾക്കും, അനേക കാലങ്ങളായി എങ്ങനെയാണോ അവർ ജീവിച്ചത് അതുപോലെയാണ് ജീവിക്കുന്നത്. ഒരു പുരോഗമനവുമില്ല. ഒരു മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ, കണ്ണ് കാണാത്തവർ എങ്ങനെയാണോ ജീവിക്കുന്നത്, കണ്ണ് കാണാത്തവർക്ക് ഒന്നും കാണാൻ സാധിക്കില്ല, അതുപോലെയുള്ള ആ അന്ധതയിൽ ആണ്ട് കിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തെ ഈ നാടകം ഒരു കോളിളക്കം തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാക്കി. നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്കും മാത്രമേ എത്ര വമ്പിച്ച ശക്തിയോടാണ് ആ കൃശഗാത്രൻ സമരം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. കണ്ടോ, ആ നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില അത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ കൃശഗാത്രൻ, മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ആ കൃശഗാത്രൻ വി.ടി. ഭട്ടതിരിപ്പാട് മത്സരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പൂതിരി സമുദായം, ബ്രാഹ്മണ സമുദായം, അവർ ആരായിരുന്നു? അവരുടെ കഴിവുകൾ എന്തായിരുന്നു? കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടം. ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 4 തരംതിരിച്ചു.
ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ വേദകാര്യങ്ങളും ക്ഷേത്രകാര്യങ്ങളും നോക്കുന്ന പൂജ്യരായ ശ്രേഷ്ഠരായ വ്യക്തികൾ. ക്ഷത്രിയർ യുദ്ധകാര്യങ്ങൾ ചെയ്യുന്നവർ. വൈശ്യർ കൃഷി, വ്യവസായം തുടങ്ങിയവ ചെയ്യുന്നവർ. ശൂദ്രരാകട്ടെ ദാസ്യവേല ചെയ്യുന്നവർ. ഇങ്ങനെ മനുഷ്യനെ നാലാക്കി തരംതിരിച്ച ആ വ്യവസ്ഥിതിയില് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവരായിരുന്നു ബ്രാഹ്മണർ. അവർ ഭൂമിയുടെ ഉടമകളായിരുന്നു, ജന്മികളായിരുന്നു. സമ്പത്ത് കുമിഞ്ഞുകൂട്ടി അവരുടെ ഇല്ലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ നമ്പൂതിരി സമുദായം പുരോഗമനത്തിൻ്റെതായ യാതൊരു പാതകളും സ്വീകരിക്കാതെ പണ്ടെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അത്തരത്തിൽ ജീവിച്ചു. അവരുടെ ആ സമുദായത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമുദായത്തെയാണ് ഇവിടെ വി.ടി. ഭട്ടതിരിപ്പാട് എതിർക്കുന്നത്. അവരുടെ അനാചാരങ്ങളെ എതിർക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ബ്രാഹ്മണ സമുദായത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് അതൊരു കോളിളക്കം ഉണ്ടാക്കിയത് എന്ന് നോക്കാം. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു സാമുദായിക ജീവിതമായിരുന്നു ബ്രാഹ്മണ സമുദായത്തിൽ അക്കാലത്തുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് അന്തർജനങ്ങൾക്ക്. എന്തായിരുന്നു അന്തർജനങ്ങളുടെ ജീവിതം? വളരെയധികം കഷ്ടതരത്തിലുള്ള ജീവിതമായിരുന്നു അവർക്ക്. അന്തർജനങ്ങൾക്ക് പുറത്തിറങ്ങി വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇല്ലത്തെ അകത്തളങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഒതുങ്ങിക്കൂടണം, പുറത്തിറങ്ങാൻ പാടില്ല. പ്രശസ്ത എഴുത്തുകാരി ദേവകി നിലയങ്ങോട് പറയുന്നുണ്ട് തന്റെ നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്ന ആത്മകഥയിൽ. ഇല്ലത്തെ പെണ്ണുങ്ങളുടെ സഞ്ചാരപരിധി ഇല്ലത്തെ മുറിയിൽ നിന്നും ഇല്ലപ്പറമ്പിലുള്ള കുളം വരെയാണ്. അതാണ് ഏറ്റവും വലിയ സഞ്ചാരപരിധി. പൂമുഖത്തേക്ക് വരാൻ പോലുമുള്ള അവകാശം ഇല്ല. കൂടാതെ ഈ അന്തർജനങ്ങൾ അവർക്ക് 12-13 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവരെ വേലി കഴിച്ചു കൊടുക്കും. ഇല്ലത്തെ മുതിർന്ന ആളുകളാണ് വേലിക്കാര്യം തീരുമാനിക്കുന്നത്. വേലി എന്ന് വെച്ചാൽ വിവാഹം. ഈ പെൺകുട്ടി അവളോട് യാതൊന്നും ചോദിക്കുകയില്ല, അവളുടെ ഇഷ്ടം ആരായുകയില്ല. മുതിർന്നവർ തീരുമാനിക്കുന്നു, അവൾ അത് അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. വരൻ ആരെന്നോ വരന്റെ വീട് എവിടെയെന്നോ ഒന്നും പെൺകുട്ടിക്ക് അറിയാൻ സാധിക്കുകയില്ല. ഇവിടെയും ദേവകി നിലയങ്ങോട് പറയുന്നുണ്ട് തന്റെ വിവാഹകാര്യം വിവാഹത്തിന്റെ തലേ ദിവസമാണ് താൻ അറിഞ്ഞതെന്ന്. കണ്ടോ, അപ്പോൾ സ്വന്തം വിവാഹം പോലും അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അക്കാലത്ത് അന്തർജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ വളരെ ശോചനീയമായ കഷ്ടതരത്തിലുള്ള അസ്വാതന്ത്ര്യത്തിന്റെ കൈപ്പുനീർ ആവോളം അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു അന്തർജനങ്ങൾ, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ. ഇവിടെ പറയുന്നത് നോക്കൂ, പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവുമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോന്ന അന്തർജനങ്ങൾ. അവരുടെ അവസ്ഥയെ ലേഖകൻ ചുരുക്കി പറയുന്നു. അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും അനുവദിക്കില്ല. അങ്ങനെ അവർ എവിടെയാണ് ജീവിക്കുന്നത്? ഇല്ലത്തിന്റെ ഇരുളടഞ്ഞ അറകളിൽ, മുറികളിൽ, പിന്നെ മറക്കുടയുടെ പിന്നിലും. മറക്കുടയില്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല, സഞ്ചരിക്കാൻ പാടില്ല, അതാണ് നിയമം. അങ്ങനെ കാലയാപനം, കാലം കഴിക്കുക, അങ്ങനെ ചെയ്തു പോന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു. ആ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് എല്ലാ കാലത്തും അന്തർജനങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരുന്നു. യാതൊരുവിധ മാറ്റവും അവരുടെ ജീവിതത്തില് സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി അന്തർജനങ്ങളുടെ കാര്യം അങ്ങനെ കഴിഞ്ഞു. പുരുഷന്മാരാണെങ്കിലോ ചുറ്റുപാടും ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടു പഠിക്കുവാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്നകന്ന് മതപഠനത്തിന് നിർബന്ധരായി നട്ടം തിരിയുകയായിരുന്നു. അപ്പൊ സ്ത്രീകളുടെ കാര്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കി.
എന്നാൽ പുരുഷന്മാരുടെ കാര്യമോ? യുവാക്കൾ, അവർക്കും സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, അത് വേണ്ട. പകരം അവർ എന്താ ചെയ്യേണ്ടത്? വേദപഠനം ചെയ്യണം, മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം പഠിച്ചതിന് ശേഷം ഈ പുരുഷന്മാർ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ പൂജാതി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിതത്തെ തള്ളി നീക്കണം. ഈ ചെറുപ്പക്കാരായ ബ്രാഹ്മണ യുവാക്കൾക്ക് പുറമേ നടക്കുന്ന പുരോഗമന കാര്യങ്ങൾ ഒന്നും കാണാനോ അതിൽ പങ്കെടുക്കാനോ ഒന്നും സാധ്യമായിരുന്നില്ല. ഒരു പ്രായമാകുമ്പോൾ അവരെ വേദം പഠിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഓദിക്കന്മാരുടെ അടുത്ത് കൊണ്ടുചെന്നാക്കും. പിന്നെ അവിടെയാണ് വർഷങ്ങളോളം അവർ വേദപഠനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാടും ഇത്തരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. 14 വയസ്സുവരെ അദ്ദേഹം അക്ഷരം പഠിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. വേദവും മറ്റും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, മന്ത്രങ്ങളും അറിയാം, പക്ഷേ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ല. 14 വയസ്സുള്ള സമയത്ത് ഒരു വൈകുന്നേര സമയം ഒരു തീയാടി പെൺകുട്ടി സ്കൂളിൽ നിന്നും വരികയാണ്. ചെറിയ പെൺകുട്ടി. അവൾ ഒരു സംശയം ചോദിക്കാനായിട്ട് മീശയൊക്കെ കുരുത്തു വരുന്ന നമ്മുടെ വീട്ടിയുടെ അടുത്ത് എത്തുന്നു. എന്നിട്ട് ഒരു പുസ്തകം കൊടുത്തിട്ട് പറയുന്നു, ഈ സംശയം ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന്. വീട്ടി ആ പുസ്തകം വാങ്ങിക്കുകയാണ്. എന്നിട്ട് നോക്കിയപ്പോൾ അതിൽ വീട്ടി കണ്ടത് എന്താണ് വീട്ടി കണ്ടത് കുറെ കുനിയനുറുമ്പുകൾ നിരനിരയായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്നതാണ്. എന്താണ് ഈ കുനിയനുറുമ്പുകൾ? അക്ഷരങ്ങളാണ്. അപ്പോൾ അക്ഷരങ്ങൾ കണ്ടപ്പോൾ വീട്ടിക്ക് അത് ഏതക്ഷരമാണ്, അതെന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം അക്ഷരം പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അത് കറുത്ത കുനിയനുറുമ്പുകൾ സഞ്ചരിക്കുന്നത് പോലെയാണ് തോന്നിയത്. പെൺകുട്ടിയോട് എന്തു പറയും? എനിക്കിത് അറിയില്ല, മോശമല്ലേ? അങ്ങനെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിക്കുന്നു. അവൾ അങ്ങനെ മടങ്ങിപ്പോകുന്നു. അങ്ങനെ തൽക്കാലം വീട്ടിൽ രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹം തന്റെ ഇല്ലത്തെത്തി. രാത്രി ഉറങ്ങാൻ കിടന്നു. അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്നു. മനസ്സിൽ മുഴുവൻ ആ തീയാടി പെൺകുട്ടി തന്നോട് സംശയം ചോദിച്ച കാര്യമായിരുന്നു. തനിക്ക് അക്ഷരം അറിയില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. അത് ഒരു തീരാ വേദനയായിട്ട് വീട്ടിയുടെ ഉള്ളിൽ അങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. അന്ന് അർദ്ധരാത്രിയായി. അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് ആ പ്രതിജ്ഞ? മറ്റൊന്നുമല്ല, അക്ഷരജ്ഞാനം നേടിയേ ഞാൻ അടങ്ങൂ. അതായിരുന്നു ആ പ്രതിജ്ഞ. അക്ഷരജ്ഞാനം നേടിയേ ഞാൻ അടങ്ങൂ എന്ന പ്രതിജ്ഞ. അത് അദ്ദേഹം എടുത്തു. അത് ഉണങ്ങി കൂടിയ ചപ്പില കൂട്ടത്തിൽ ഒരു തീപ്പൊരി വന്നു വീണാൽ എന്താണ് സംഭവിക്കുക? നന്നായി ഉണങ്ങിയ ചപ്പിലകളാണ്, അതിലേക്കാണ് തീപ്പൊരി വന്നു വീണിരിക്കുന്നത്. ഉടനെ അത് ആളിക്കത്തും. അതുപോലെയാണ് വീട്ടിയുടെ ഈ അക്ഷരം പഠിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം ആളിക്കത്തിയത്. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അക്ഷരം പഠിക്കാൻ പോവുകയാണ്. ആരെയാണ് ഗുരുനാഥയായി സ്വീകരിച്ചത്? തന്നോട് തലേ ദിവസം സംശയം ചോദിച്ച ആ തീയാടി പെൺകുട്ടിയെ. അവളിൽ നിന്നും അദ്ദേഹം അക്ഷരം പഠിക്കുന്നു. ആ ആ ഈ ഈ ഉ ഊ അങ്ങനെ അക്ഷരങ്ങൾ. ഒരു ദിവസം അദ്ദേഹം ഇല്ലത്ത് ഒരു ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന ഒരു കീറിയ കടലാസ് കഷ്ണം, ന്യൂസ് പേപ്പറിന്റെ കഷ്ണമാണ് അത്, കയ്യിൽ അങ്ങനെ കിട്ടുകയാണ്. ആ കടലാസ് അദ്ദേഹം നിവർത്തി നോക്കുമ്പോൾ അതിൽ ഒരു മാനിന്റെ ചിത്രമാണ് കാണുന്നത്. ആ മാനിന്റെ ചിത്രത്തിന് മുകളിൽ എഴുതിയിരിക്കുകയാണ് വലിയ അക്ഷരത്തിൽ. അദ്ദേഹം വളരെ സാവധാനത്തിൽ അത് വായിക്കുകയാണ്. മാൻ മാർക്ക് കുട. അദ്ദേഹം ആ വാക്യം ചേർത്ത് വായിച്ചു. മാൻ മാർക്ക് കുട. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ സന്തോഷം പറയാൻ പറ്റില്ല എന്നാണ് പിൽക്കാലത്ത് അദ്ദേഹം പറയുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി സംശയം ചോദിച്ചപ്പോൾ അക്ഷരങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുനിയനുറുമ്പായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പോഴിതാ അക്ഷരങ്ങൾ അദ്ദേഹത്തിന് വായിക്കാൻ സാധിക്കുന്നു. താൻ മനസ്സിൽ വിചാരിച്ചത് ഇതാ നേടിയിരിക്കുന്നു. ആ സന്തോഷം വലിയ ഒന്ന് തന്നെയായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 14 വയസ്സുവരെ അക്ഷരജ്ഞാനം ഇല്ലാതിരുന്ന ആ ഒരു വ്യക്തിയാണ് പിൽക്കാലത്ത് എത്രയെത്ര മഹത് ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആ വീട്ടിയുടെ കഥ ഇവിടെ പറയാൻ കാരണം നമ്മളിവിടെ പഠിച്ചല്ലോ, യുവാക്കൾ അവർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കില്ല. അവർ പഠിക്കേണ്ടത് ഈ
വേദപഠനവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു. പുരുഷന്മാർ ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാതൊരു മാറ്റങ്ങളും ശ്രദ്ധിക്കാതെ അവർ നിർബന്ധമായിട്ട് മതപഠനം ചെയ്യേണ്ടതായിരുന്നു. ഭൂ ഉടമകളും ധനികരുമായ സമുദായാംഗങ്ങൾക്കെന്ന പോലെ, സമുദായത്തിലെ അംഗങ്ങളെല്ലാം ബ്രാഹ്മണരെല്ലാം ഭൂവുടമകളാണ്. ഒരുപാട് ഭൂമി അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടെ എല്ലാം ഈ പാവങ്ങളായ അടിയാന്മാർ കൃഷി ചെയ്യുകയാണ്. കൃഷിയുടെ വിളവെല്ലാം അനുഭവിക്കുന്നത് ജന്മികളായ ഈ ബ്രാഹ്മണരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഭൂവുടമകളാണ്, ധനികരുമാണ്. ആ സമുദായാംഗങ്ങൾക്ക് എന്ന പോലെ നിർധനർക്കും ജീവിത ക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ഒരു പ്രേരക ശക്തിയെങ്കിൽ, നിർധനർ, യാതൊരു കഴിവുമില്ലാത്ത പാവപ്പെട്ടവർ, അവർക്ക് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് മിച്ചം. അങ്ങനെ വരുമ്പോഴാണ്, ആ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും എല്ലാം വരുമ്പോഴാണ് അവർ, ആ ജീവിത ക്ലേശങ്ങളെല്ലാം വരുമ്പോഴാണ് അവർ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് നിർധനരായ ആളുകളാണ്. പക്ഷേ ഇവിടെ നമ്പൂതിരിമാർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അവർക്ക് ജീവിത ക്ലേശങ്ങളില്ല. അവർ ധനികരാണ്, ഭൂവുടമകളാണ്. നിർധനരെ പോലെയുള്ള ജീവിത ക്ലേശങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ മാറ്റങ്ങളും ആഗ്രഹിക്കുന്നില്ല. ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ധനത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിലോ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ വിപ്ലവം ഉണ്ടായത് എപ്പോഴാണ്? നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടായത് വീട്ടി തന്റെ നാടകം എഴുതി അവതരിപ്പിച്ചപ്പോഴാണ്. അല്ലാതെ ധനത്തിന്റെ കാര്യത്തിലോ സമ്പത്തിന്റെ കാര്യത്തിലോ ഒന്നും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചു വരുന്നത് എന്താണ്? നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങളുടെയും യുവാക്കളുടെയും ജീവിതത്തെക്കുറിച്ച്. എന്തായാലും അത്യന്തം ക്ലേശകരമായ, ഒരു പുരോഗമനവുമില്ലാത്ത, വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം. അത്തരത്തിലുള്ള ജീവിതം എല്ലാ കാലങ്ങളിലും അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് ഈ ബ്രാഹ്മണ സമുദായത്തിലെ യുവാക്കളുടെ വിവാഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒരു ഇല്ലത്ത് ഒന്നിലധികം ആൺമക്കളുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും മൂത്ത മകനു മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്നും വേളി കഴിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. ആ മൂത്ത മകൻ മൂസ് നമ്പൂതിരിപ്പാട് എന്നറിയപ്പെടും. താഴെ എത്ര അനുജന്മാരുണ്ടെങ്കിലും അവർക്ക് നമ്പൂതിരി സമുദായത്തിൽ നിന്നും വേളി കഴിക്കാൻ സാധ്യമായിരുന്നില്ല. അവർ മറ്റ് നായർ ഭവനങ്ങളിലും മറ്റും സംബന്ധം എന്ന ഒരു ചടങ്ങ്, സംബന്ധം നടത്തുക, അതായിരുന്നു അവർക്ക് വിധിക്കപ്പെട്ടത്. ആ ഇളയ അനുജന്മാരെ അഫൻ നമ്പൂതിരിപ്പാട് എന്നാണ് പറയുക. അഫൻ. ഇവിടെ നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടും അത്തരത്തിലുള്ള ഒരു അഫൻ നമ്പൂതിരിപ്പാടാണ്. ഇപ്പൊ സ്വന്തം സമുദായത്തില്, ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ സാധ്യമല്ലാത്ത ഒരു വ്യക്തി. ഇവിടെ പറയുന്നു, മൂത്ത പുത്രനു മാത്രം സജാതീയ വിവാഹം, സജാതീയം സ്വന്തം ജാതിയിലെ വിവാഹം, ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ, ബഹിഷ്കൃതരായി സാപത്ന്യം കൊണ്ടുള്ള ക്ലേശങ്ങളെ അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇവിടെ ഏറ്റവും മൂത്ത ആൾക്കു മാത്രമല്ലേ സ്വന്തം ജാതിയിൽ നിന്നും വിവാഹം കഴിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. അതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു കുഴപ്പമാണ് ബ്രാഹ്മണ ഇല്ലങ്ങളിൽ അന്തർജനങ്ങൾ വിവാഹിതരാകാതെ ഇരിക്കുക എന്നത്. അനേകം അന്തർജനങ്ങൾ അങ്ങനെ വിവാഹം എന്ന ആ ഒരു കർമ്മത്തിന് ഇടയാവാതെ മരണം അടയുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് അവർ തീരുമാനിച്ചു, സമുദായം തീരുമാനിച്ചു. എന്താണ്? ഈ മൂത്ത മകൻ മൂസ് നമ്പൂതിരിപ്പാട് ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഒരു നമ്പൂതിരി തന്നെ ഒന്നിലധികം അന്തർജനങ്ങളെ വിവാഹം കഴിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവരുന്ന ആ പതിവ് തുടങ്ങി. മാത്രവുമല്ല, ഈ നമ്പൂതിരി എത്ര പ്രായമായാലും വാർദ്ധക്യമായാലും
വിവാഹം കഴിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ചെറിയ പെൺകുട്ടി ആണെന്നിരിക്കട്ടെ, അവളെ വിവാഹം കഴിച്ച് ഇല്ലത്ത് കൊണ്ടുവരും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ വൃദ്ധ ബ്രാഹ്മണൻ വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരണമടഞ്ഞാലോ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യമാർ മൊത്തം വിധവകളായി. സമുദായത്തിൽ വിധവ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം വളരെ ശോചനീയം, വളരെ കഷ്ടതരമായിരുന്നു. തലമുടിയെല്ലാം കളഞ്ഞ് തലമുണ്ഡനം ചെയ്യുക, വെളുത്ത വസ്ത്രം മാത്രം ധരിക്കുക, ആഭരണങ്ങളൊന്നും ധരിക്കാതിരിക്കുക, മംഗളകരമായ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാതിരിക്കുക, അതിനൊന്നും അവർക്ക് സാധ്യമായിരുന്നില്ല. വിധവകളാണല്ലോ. ആ ഇല്ലത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ഏതെങ്കിലും ഒരു മുറിയില് അവർ ജീവിതം മുഴുവൻ തള്ളി നീക്കി മരണമടയണം. എത്ര കഷ്ടതരമായ കാര്യമാണ്. ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയാണ് വിധവയാകുന്നതെങ്കിൽ അവൾ വാർദ്ധക്യം വരെ അവളുടെ ജീവിതത്തെ ആ മുറിയിൽ തന്നെ ഒതുക്കി ജീവിക്കണം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി സമുദായങ്ങളിൽ ഉണ്ടായിരുന്നത്. വിധവാ വിവാഹം അനുവദനീയമായിരുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാരുടെ കാര്യം നമ്മൾ മനസ്സിലാക്കി, മൂത്ത മകന് മാത്രം സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാം, എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. പക്ഷെ താഴെയുള്ള അനുജന്മാർക്ക് മറ്റ് നായർ കുടുംബങ്ങളിൽ സംബന്ധം മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന്. എന്നാൽ സ്ത്രീകളാകട്ടെ, ഈ തന്റെ ഭർത്താവ് ഒന്നിലധികം സ്ത്രീകളെയല്ലേ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. അതിന്റെ ക്ലേശങ്ങൾ, ഒന്നിലധികം പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എപ്പോഴും വഴക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ നിന്നു തന്നെ എന്ന് പറയട്ടെ, മനുഷ്യ സമുദായം, അവർ ആരെയും കാണുന്നില്ല, മനുഷ്യരെ ആരെയും കാണുന്നില്ല. അവർ ആ ഇല്ലത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ആകെ കാണുന്നത് ഒരുപക്ഷെ ഭർത്താവിനെ ആയിരിക്കും, വേറെ ആരെയും ആ സ്ത്രീകൾ കാണുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യ സമുദായത്തിൽ നിന്ന് തന്നെ എന്ന് പറയട്ടെ അവർ ബഹിഷ്കൃതരാണ്, അവർ പുറത്താകുന്നു. പുറത്തിറങ്ങിയാലല്ലേ അവർക്ക് ആരെയെങ്കിലും കാണാൻ സാധിക്കൂ. ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവർ മനുഷ്യ സമുദായത്തിൽ നിന്ന് തന്നെ ബഹിഷ്കൃതരായിട്ട്, ഇല്ലത്തിനകത്താണെങ്കിലോ ഒന്നിലധികം ഭാര്യമാരെയാണ് നമ്പൂതിരി വേലി കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഏതു നേരവും വഴക്കും വയ്യാവേലി, ആ സാപന്യം കൊണ്ട് ആകെ ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോൾ ഈ അന്തർജനങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥനയിൽ അവർ അവരുടെ വിഷമങ്ങളെല്ലാം മറക്കുന്നു. അപ്പോൾ ജീവിതം മുഴുവൻ ഈശ്വരനിൽ അർപ്പിച്ച് അങ്ങനെ തള്ളി നീക്കുന്ന ആ അന്തർജനങ്ങളുടെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം. അത്തരം ഒരു സമുദായത്തെ സ്വന്തം അധപ്പതനത്തിലുള്ള കാരണങ്ങളിലേക്ക് ഹഠാതാകർഷിച്ച സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് നിർവഹിച്ച ദുഷ്കര കൃത്യം. കണ്ടോ? അപ്പോൾ എത്രമാത്രം പരിതാപകരമാണ് നമ്പൂതിരി സമുദായത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ആ സമുദായത്തെ അതിൽ നിന്നെല്ലാം മാറ്റണം, അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരണം. പറ്റുന്ന കാര്യമാണോ? അല്ല. പക്ഷെ വീട്ടിൽ അതിന് ശ്രമിക്കുകയാണ്. അതൊരു ദുഷ്കര കൃത്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ സമുദായത്തെ സ്വന്തം അധപ്പതനത്തിലുള്ള കാരണങ്ങളിലേക്ക് ഹഠാതാകർഷിക്കുക, ശക്തമായി ആകർഷിക്കുക. അങ്ങനെ ആകർഷിച്ച് സമുദായത്തെ ഒന്ന് മാറ്റിയെടുക്കണം, പരിവർത്തനം മാറ്റിയെടുക്കണം എന്നാണ് വീട്ടിൽ തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ദുഷ്കര കൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്തു. നമ്മളിവിടെ മനസ്സിലാക്കിയതുപോലെ തന്റെ സമുദായത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ സദ്വ്യക്തി, അദ്ദേഹം തന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അത് എഴുതി അത് അവതരിപ്പിക്കുകയാണ്. 1929 തൃശ്ശൂരിൽ വെച്ച് ബ്രാഹ്മണ സമുദായത്തിന്റെ ഒരു സംഘടന, യോഗക്ഷേമ സഭ, അതിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് അവതരിപ്പിച്ചപ്പോൾ വീട്ടി ഭട്ടതിരിപ്പാടും അതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. ആ നാടകം പല ഇല്ലങ്ങളിലും അവതരിപ്പിച്ചു. ഇല്ലങ്ങളുടെ ഉള്ളിൽ മറക്കുടയുടെ മറവിലിരുന്നു കൊണ്ട് അന്തർജനങ്ങൾ ഈ നാടകം കണ്ടു. ആ നാടകം അവരെ ഉണർത്തി. അവർ ചിന്തിച്ചു, ഞങ്ങൾ എന്തിന് ഈ ഇല്ലത്തിന്റെ ഇരുളടഞ്ഞ മുറികളിൽ ഒതുങ്ങിക്കഴിയണം? ഞങ്ങൾക്കും പുറത്തിറങ്ങിക്കൂടെ? വിദ്യാഭ്യാസം ചെയ്തുകൂടെ? മറ്റുള്ള സ്ത്രീകളെ പോലെ ഉയർന്ന നിലയിൽ ജീവിച്ചുകൂടെ? അതിന് ഒരു പ്രചോദനമായി തീർന്നു ഈ നാടകം.
അതുതന്നെ സംഭവിച്ചു. അന്തർജനങ്ങൾ പുറത്തിറങ്ങി. അവർ അന്തർജന സമാജങ്ങൾ രൂപീകരിച്ചു. ഒരു ദിവസം വി.ടി. ഭട്ടതിരിപ്പാട് തന്റെ വീടിന്റെ സമീപത്തുള്ള വിദ്യാലയത്തിൽ വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അവിടെ വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്തർജനങ്ങൾ ഒരു യോഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജാഥയായിട്ട് വി.ടി. പ്രസംഗിക്കുന്ന വേദിയിലേക്ക് വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുറച്ചുനാൾ മുമ്പ് വരെ ഈ അന്തർജനങ്ങൾക്ക് ഇല്ലത്തിന്റെ പൂമുഖം വരെ വരാൻ പോലും സാധ്യമായിരുന്നില്ല. അങ്ങനെയുള്ള അവരാണ് ഇല്ലത്തിന് പുറത്തിറങ്ങി ജാഥയായിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് വരുന്നത്. വി.ടി. പ്രസംഗിക്കുന്ന ആ വേദിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ പ്രത്യേകത മറ്റൊന്നുകൂടിയുണ്ട്. ആ അന്തർജനങ്ങളുടെ കൈകളിൽ മറക്കുടയില്ലായിരുന്നു. മറക്കുട അവർ വലിച്ചെറിഞ്ഞു. എന്നിട്ടാണ് അവർ വരുന്നത്. ആ കാഴ്ച, ആ വരവ് വി.ടിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതാണ് അവിടെ നടക്കുന്നത്. ആ അന്തർജനങ്ങൾ, തന്റെ സമുദായത്തിലെ സ്ത്രീകൾ ഇതാ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. അവർക്കും നല്ല രീതിയിൽ ജീവിക്കണം, പഠിക്കണം, അറിവുകൾ നേടണം എന്ന ചിന്ത അവരിൽ ഉണ്ടായിരിക്കുന്നു. എല്ലാത്തരം ദോഷവശങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് അവരിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ വി.ടിയുടെ ആഗ്രഹങ്ങൾ ഇവിടെ നടക്കുകയാണ് ഈ ഒരു നാടകത്തിലൂടെ എന്ന് പറയാം. ഈ നാടകത്തില് ഒരു അത്യന്തം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിലെ ഒരു കഥാപാത്രം പറയുന്നതാണ്, ഞാൻ പട്ടിയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, ഇനിയൊരു തലമുറയുണ്ടെങ്കിൽ ഏതൊരു നികൃഷ്ട ജീവിയായും ഞാൻ ജനിക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഇല്ലത്തെ അപ്പനായി ജനിക്കരുത് എന്ന്. ഇല്ലത്തെ അപ്പൻ ആയിട്ട് ജനിച്ചാലുള്ള ആ കഷ്ടങ്ങൾ അത്ര വലുതാണ്. സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ സാധിക്കില്ല, മറിച്ച് നമ്പൂതിരി കുടുംബങ്ങളിൽ സംബന്ധമാകാം. കുടുംബത്തില് 4 നേരവും ഭക്ഷണം കഴിച്ച് അവിടെ സുഖമായി ജീവിക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് അവർക്കുള്ള ഗുണം. ആ കഥാപാത്രത്തിന്റെ സംഭാഷണത്തിലെ ആ സംഭാഷണം എത്ര ഹൃദയസ്പർശിയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെ ആ വി.ടിയുടെ നാടകം പ്രയോജനം ചെയ്തു അല്ലെ? ഇവിടെ പരിവർത്തനം, മാറ്റം വരികയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നാടകം എഴുതിയത്, അതിന്റെ ഫലം ഇതാ സമുദായത്തിൽ ഉണ്ടാകുന്നു. അന്തർജനങ്ങൾ അവരുടെ ജീവിതത്തെ ഇതാ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു, മാറ്റിമറിക്കുന്നു. അതുപോലെ ബ്രാഹ്മണ യുവാക്കളും, അവർ ഇതുവരെ പഠിക്കാൻ പ്രായമായാൽ വേദം മാത്രമാണ് പഠിച്ചിരുന്നത്, സ്കൂളുകളിൽ പോയി വിദ്യാഭ്യാസം ചെയ്തിരുന്നില്ല. ആ യുവാക്കൾ ആ വേദ പഠനത്തെ എതിർക്കുകയാണ്. ഇവിടെ പറയുന്നു, യുവാക്കൾ ആ വേദാധ്യയനത്തെ അവർ എതിർത്തു. കഴിഞ്ഞില്ല, പരിവേദനം നടപ്പാക്കി. പരിവേദനം, ഇളയ നമ്പൂതിരി വിവാഹം കഴിക്കുന്നതിനെയാണ് പരിവേദനം എന്ന് പറയും. പരിവേദനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചതാണ്, ഇല്ലങ്ങളിൽ മൂത്ത മകന് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്നും വേളി കഴിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. അതിന് അതിവേദനം എന്നാണ് പറയുന്നത്. ഇളയവരെല്ലാം മറ്റ് നായർ കുടുംബങ്ങളിൽ നിന്നും സംബന്ധം ചെയ്യണം എന്നതായിരുന്നു നിയമം. ഈ നാടകം യുവാക്കളെ ഉത്ബുദ്ധരാക്കുകയാണ്. അവർ ഉണർന്നെഴുന്നേൽക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം സമുദായത്തിൽ നിന്നും വിവാഹം കഴിച്ചുകൂടാ? അവർ തീരുമാനിക്കുന്നു, തീർച്ചയായിട്ടും സ്വന്തം സമുദായത്തിൽ നിന്നു തന്നെ വിവാഹം കഴിക്കണം. നമ്മുടെ വി.ടി അതിന് മാർഗദർശിയാവുകയാണ്. 1929 ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 1930 അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ശ്രീദേവി അന്തർജനത്തെ വിവാഹം ചെയ്യുന്നു. വി.ടി ഒരു അപ്പനാണ്. അപ്പനായ വി.ടിക്ക് സ്വന്തം സമുദായത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ സാധ്യമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ ആ നിയമം ലംഘിക്കുകയാണ്. സ്വന്തം സമുദായത്തിലെ ശ്രീദേവി അന്തർജനത്തെ 1930 അദ്ദേഹം വിവാഹം ചെയ്യുന്നു. അങ്ങനെ പരിവേദനം അദ്ദേഹം അവിടെ നടപ്പാക്കുകയാണ്. കഴിഞ്ഞില്ല, 1935 അദ്ദേഹം ഭാര്യയുടെ സഹോദരി ഉമാ അന്തർജന, അവർ വിധവയാണ്. വിധവയായാൽ പിന്നെ മറ്റൊരു വിവാഹമില്ല. പക്ഷേ നമ്മുടെ വി.ടി ആ ഉമാ അന്തർജനത്തെ തന്റെ സുഹൃത്തായ MRBയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അങ്ങനെ വിധവാ വിവാഹം അദ്ദേഹം അവിടെ നടപ്പിലാക്കുകയാണ്.
1940 എത്തിയപ്പോഴേക്കും അദ്ദേഹം തന്റെ സഹോദരി പാർവതി അന്തർജനത്തെ തന്റെ മറ്റൊരു കൂട്ടുകാരനായ NK രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. രാഘവ പണിക്കർ ഒരു ബ്രാഹ്മണനല്ല, മറ്റൊരു ജാതിക്കാരനാണ്. ആ രാഘവ പണിക്കരെ കൊണ്ട് തന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് മിശ്ര വിവാഹത്തിന് തിരികൊടുത്തി. മിശ്ര വിവാഹത്തിന് അത് നടപ്പാക്കി. ഇനിയുമുണ്ട്. അദ്ദേഹം തന്റെ ഏറ്റവും ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനത്തെ ആരെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചത്? അതാണ് അത്ഭുതം. ഒരു ഈഴവനായ കല്യാട്ട് കൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എങ്ങനെയുണ്ട്? ഇതെല്ലാം ചെയ്താൽ സമുദായം അദ്ദേഹത്തെ വെറുതെ വച്ചേക്കുമോ? ഇല്ല. അദ്ദേഹത്തെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കാൻ വരെ തീരുമാനമുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ നാടകം സ്വന്തം ഇല്ലത്ത് അവതരിപ്പിക്കുമ്പോൾ സ്വന്തം സഹോദരൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം ശത്രുത അല്ലെങ്കിൽ ശത്രുക്കൾ അദ്ദേഹത്തിന് ഈ നാടകം മൂലം ഉണ്ടായി എന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം അതൊന്നും വകവച്ചില്ല. അങ്ങനെ പരിവേദന നടപ്പിലാക്കി. പിന്നെ മറക്കുട തല്ലി പൊളിച്ച് സ്ത്രീകൾ വന്ന കാര്യം നമ്മൾ പഠിച്ചല്ലോ. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു. സ്കൂളിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു. വിധവാ വിവാഹം നടത്തി. അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി പുറത്തിറങ്ങി. കണ്ടോ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. സ്ത്രീകൾ, അന്തർജനങ്ങൾ ഇല്ലങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി. അവർ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ തുടങ്ങി. വിധവാ വിവാഹം നടന്നു. അങ്ങനെ മറ്റു സമുദായങ്ങളെ പോലെ ഒരു നല്ല മാറ്റം നമ്പൂതിരി സമുദായത്തിലും വരികയാണ്. ഇതിന്റെ കാരണക്കാരൻ ആരാണ്? വീട്ടിയാണ്. വീട്ടിയുടെ ഈ ഒരു നാടകമാണ്. ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വീട്ടിയാണ്. അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ച കൂടിയത് ഏതായുധമാണ്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തോക്കാണോ? വാളാണോ? കുന്തമാണോ? അല്ല. അദ്ദേഹം എഴുതിയ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന ആ പുസ്തകം, ആ നാടകകൃതി, അതാണ് എല്ലാത്തിനും മാറ്റമായ ആയുധം. നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടി ചികിത്സ നടത്തിയത്. നമ്പൂതിരി സമുദായത്തെ ഒരു വ്യാധി, ഒരു രോഗം ബാധിച്ചിരിക്കുകയായിരുന്നു ഈ കണ്ട കാലം മുഴുവൻ. ഒരു മാറ്റവുമില്ലാതെ ഇരുന്ന ഒരു ജീവിതം, അതായിരുന്നു നമ്പൂതിരി സമുദായം. നമ്മൾ അതെല്ലാം കുറെ പഠിച്ചു കഴിഞ്ഞു. ആ രോഗത്തെ ഇല്ലാതാക്കാൻ വന്ന ഡോക്ടറാണ്, ഒരു വൈദ്യനാണ്. എങ്ങനെയുള്ള വൈദ്യൻ? ഒരു വിദഗ്ധനായ വൈദ്യനാണ്. ഇവിടെ ഉപയോഗിച്ച മരുന്ന് ഏതാണ്? ആ രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്പൂതിരി സമുദായത്തെ സമുദ്ധരിക്കാൻ, ഉണർത്തിയെടുക്കാൻ, ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ച മരുന്ന് ആ നാടകമാണ്. അപ്പൊ നല്ലൊരു വൈദ്യനാണ് എന്ന് പറയുന്നു. ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുത് പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു. ദീർഘനിദ്ര, കുറേ നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഒന്ന് തൊട്ടു വിളിച്ചാൽ എഴുന്നേക്കുമോ? എഴുന്നേക്കെന്ന് പറഞ്ഞ് ഒന്ന് കുലുക്കിയാലും എഴുന്നേൽക്കുകയില്ല. കാരണം ഗാഠനിദ്രയാണ്, നല്ല ഉറക്കമാണ്. അങ്ങനെ ഉറങ്ങുന്നവരെ ഉണർത്തണമെങ്കിൽ ഒന്ന് ഷോക്ക് അടുപ്പിക്കണം കറണ്ടിന്റെ. അപ്പൊ പിന്നെ ചാടി എഴുന്നേൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യുത് പ്രസരം തന്നെ വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. തന്റെ സമുദായം ഒരിക്കലും ഉണരാത്ത വിധം ഉറങ്ങിക്കിടക്കുകയാണ്, അനാചാരങ്ങൾ കൊണ്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന സമുദായത്തെ ഉണർത്താൻ വെറുതെ ഒരു സ്പർശനം പോരാ, മറിച്ച് ഒരു വിദ്യുത് പ്രസരം, ഒരു വിദ്യുത് ശക്തി കൊണ്ടുള്ള ഷോക്ക് അത് വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. അദ്ദേഹം കൊടുത്ത ആ ഷോക്ക് അവിടെ ഏൽക്കുക തന്നെ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. നാടകവേദിയിൽ വെച്ചുള്ള ആ ഓത്തുചൊല്ലൽ സമുദായത്തെ അരിശം കൊള്ളിച്ചു. നാടകത്തിലെ ഒരു ഭാഗമാണ് ഓത്തുചൊല്ലുക, മന്ത്രം ചൊല്ലുക. അത് സാധാരണയായിട്ട് മറ്റാരും കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ ഇവിടെ ഒരു വേദിയിൽ അത് ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ നാടകം കാണാൻ വന്നിരിക്കുന്ന എല്ലാവരും കേൾക്കുമല്ലോ. അത് സമുദായത്തെ അരിശം കൊള്ളിച്ചു. ബ്രാഹ്മണ സമുദായത്തിലെ ആളുകളെ, ശ്രേഷ്ഠരായ അതിന്റെ
മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആ ആളുകളെ അരിശം കൊള്ളിച്ചു. പ്രബലരായ ജന്മികൾ സർവശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു. ഈ നാടകം ഇവിടെ പാടില്ല, തുടരാൻ പാടില്ല എന്ന് പറഞ്ഞ് ജന്മികളായിട്ടുള്ള ആളുകൾ അത് തടഞ്ഞു. ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ഒരു മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത്. കണ്ടോ, ഒരു മന്ത്രോച്ചാരണം, അത് ഒരു ശൂദ്രൻ കേൾക്കാൻ പാടില്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും താഴെ പടിയിൽ നിൽക്കുന്ന ആൾ. ആ ശൂദ്രൻ കേട്ടുപോയാൽ ആ ശൂദ്രന്റെ ചെവിയില് ഈയം ഉരുക്കി ഒഴിക്കേണ്ട ഒരു മന്ത്രോച്ചാരണം. അതായത് അവന്റെ ചെവി അതോടെ അതിന്റെ കേൾവി ശക്തി ഇല്ലാതെ ആക്കണം. ഈയമൊക്കെ ഉരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അതോടെ ചെവിയുടെ കേൾവി ശക്തി പോകും. അപ്പൊ ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ആ ഒരു ഓത്ത് മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത്. പിന്നെ എങ്ങനെ ഈ ആളുകളെ, പ്രബലരായ ആ സമുദായ അംഗങ്ങളെ അരിശം കൊള്ളിക്കാതിരിക്കും? അവർക്ക് ദേഷ്യം വരില്ലേ? വീട്ടിയെ കയ്യിൽ കിട്ടിയാൽ അവർ കൊന്നുകളയുക തന്നെ ചെയ്യുമായിരുന്നു. അതുപോലെ മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങൾ, അവരെ കണ്ടുപോയാലുള്ള തീരാ പാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്നു. കണ്ടോ, അന്തർജനങ്ങൾ ഇല്ലങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ പുറത്തിറങ്ങിയാൽ തന്നെ മറക്കുട വെച്ചിട്ട് ഇറങ്ങാവൂ, ആരും അവരെ കാണാൻ പാടില്ല. പക്ഷെ ഇവിടെ അന്തർജനങ്ങൾ ഈ നാടകം കണ്ട് പ്രബുദ്ധരായിട്ട് മറക്കുടയെല്ലാം വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടാൽ അത് തീരാ പാപമാണ്. ആ പാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പൂതിരിമാർ എന്തു ചെയ്തു? അവര് പുറത്തിറങ്ങാതെയായി. പുറത്തിറങ്ങിയാലല്ലേ അന്തർജനങ്ങളെ കാണുകയുള്ളൂ. മറക്കൂടയില്ലാതെ പോകുന്ന അന്തർജനങ്ങൾ അത് കണ്ടാൽ തീരാ പാപമാണ്. അതുകൊണ്ട് നമ്പൂതിരിമാര് ശരീരം മുഴുവൻ ഭസ്മമൊക്കെ പൂശി ഇല്ലത്തിനകത്ത് രാമരാമ രാമ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. പിന്നെ തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോൾ എന്ന് നമ്പൂതിരിമാർക്ക് കൂടി ഇന്ന് വിശ്വസിക്കാനാവുമോ? കൂടാതെ അവിടെ നമ്പൂതിരി സമുദായത്തിന്റെ ഒരു സംഘടനയാണ് യുവാക്കളുടെ യോഗക്ഷേമ സഭ. അത് വാർഷിക യോഗം ചേർന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുക നമ്പൂതിരിമാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. പിന്നെ അതിലെല്ലാം ഉപരി കോഴിക്കോട് ഇല്ലത്ത് വെച്ച് കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം അധ്യക്ഷത വഹിച്ചു. കണ്ടോ, ഒരു യോഗത്തില് അധ്യക്ഷ സ്ഥാനം വഹിച്ചതാരാണ്? അവിടുത്തെ ഒരു അന്തർജനം. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു, വിവാഹം അന്തർജനത്തിന്റെ വേളി വിവാഹത്തിന്റെ തലേ ദിവസമാണ് ചിലപ്പോൾ അറിയുക, അല്ലെങ്കിൽ ആരാണ് വിവാഹം കഴിക്കുക എന്ന് പോലും അറിയില്ല. ഇല്ലത്തു നിന്നും കുളം വരെയാണ് സഞ്ചാര ദൂരം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത്രമാത്രം അസ്വാതന്ത്ര്യം നിറഞ്ഞ ആ അന്തർജനങ്ങൾ ഇല്ലത്തിന്റെ പൂമുഖത്തേക്ക് പോലും വരാൻ വയ്യ. അവരാണിപ്പോൾ ഒരു യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അങ്ങനെ അധ്യക്ഷ സ്ഥാനം അന്തർജനം വഹിച്ചപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുണ്ടായി. മറ്റൊന്നുമല്ല, ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശമൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എച്ചിലില എടുക്കാൻ കൂട്ടാക്കിയില്ല. അന്തർജനമല്ലേ അധ്യക്ഷത വഹിച്ചത്, അത് പാടുണ്ടോ? ഇല്ല. അപ്പൊ അവിടുത്തെ പരിചാരകന്മാർക്ക് പോലും അത് ഇഷ്ടമായില്ല. പിന്നെയല്ലേ അവിടുത്തെ ജന്മികൾക്ക്. ആ പരിചാരകർ ദേഷ്യം വന്നിട്ട് നമ്പൂതിരിമാർ കഴിച്ച ആ എച്ചിലില എടുത്തില്ല. പിന്നെ ആരാണ് അതെടുത്തത്? ആ കൃത്യം നമ്പൂതിരി യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു. നമ്പൂതിരി യുവാക്കൾ തന്നെ ആ യോഗത്തിലെത്തിയ ആ യുവാക്കൾ ആ എച്ചിലില എടുത്ത് കളഞ്ഞു. യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിച്ചുകൂടെ? ശരിയല്ലേ? ആ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഒരു അന്തർജനമായതിനാൽ ആ എച്ചിലില എടുക്കാൻ ആ ഇല്ലത്തെ പരിചാരകർ പോലും ചെയ്യുന്നില്ല. അതവർക്ക് പറ്റില്ല. കാരണം അന്തർജനമാണ് അധ്യക്ഷത വഹിച്ചത്. അതാണ് അവർക്ക് ദേഷ്യം വന്നത്. പരിചാരകർ പോലും. അപ്പോൾ ആ ഇല്ലത്തെ ഉയർന്ന ആളുകൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇല്ല. എത്രമാത്രം വലിയ ദേഷ്യമായിരിക്കും അവർക്കുണ്ടാവുക.
എന്നിട്ട് ആ എച്ചിലില എടുത്തത് യോഗത്തിന് വന്ന യുവാക്കളായ നമ്പൂതിരിമാരായിരുന്നു. അപ്പോൾ ആ അന്ധവിശ്വാസങ്ങളുടെ വലിപ്പം എത്രയാണ്! പുറമെയുള്ളവർക്ക് അജ്ഞാതമായ ആ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ ആ കലാ നൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല. കെ കേളപ്പൻ പറയുന്നു, ആ കലാ നൈപുണി ആരാണ്? ആ കലാസാമർഥ്യം നടത്തിയ ആള് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട്, കുറച്ചേ ഉള്ളൂ, ചെറിയ രംഗങ്ങൾ കൊണ്ട് ആ സമുദായത്തെ ആകെ മാറ്റിമറിച്ച ആ കലാ നൈപുണിയെ എത്രമാത്രം അഭിനന്ദിച്ചാലും അധികമാവില്ല. ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ? അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട്. ലേഖകൻ പറയുന്നു, ഈ നാടകത്തിലെ സമുദായത്തിന്റെ ചിത്രീകരണം, നമ്പൂതിരി സമുദായത്തെ ആണല്ലോ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്, അത് അതിശയോക്തി ഇല്ലാത്തതിനെ കുറച്ച് ഊതി വീർപ്പിച്ചത് അല്ലേ എന്നൊരു പരമാർത്ഥം വരുന്നുണ്ട്. എന്നാൽ മുഴുവൻ പരമാർത്ഥം അതല്ല. പരമാർത്ഥം സത്യം, പരമാർത്ഥം അതല്ല. നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിനെ പ്രദാനം ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്പൂതിരി സമുദായം ഒരുപാട് അനാചാരങ്ങൾക്ക് കീഴിലായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അവരിൽ നിന്നും അമൂല്യങ്ങളായ, വിലമതിക്കാനാവാത്ത പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാന്തരം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേകം കവികൾ. നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, പിന്നെ നമ്മുടെ പൂന്താനം നമ്പൂതിരി, അങ്ങനെ എത്ര കവികൾ ആ നമ്പൂതിരി സമുദായത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു. മഹാപണ്ഡിതരും ശാസ്ത്രജ്ഞരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമസ്ഥാനവും, അഗ്രിമസ്ഥാനം ഒന്നാം സ്ഥാനം, ശ്രേഷ്ഠ സ്ഥാനം നോക്കുമ്പോൾ എത്രയും വിരളമായിരുന്നു സമുദായത്തിന്റെ നേട്ടമെന്ന് സമ്മതിച്ചേ തീരൂ. വിരളം, കുറവ്. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, കവികൾ ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്. അതൊക്കെ സമ്മതിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മറ്റുള്ള സമുദായത്തെ പോലെ ആയിരുന്നില്ലല്ലോ നമ്പൂതിരി സമുദായം. അവർക്ക് ഉയർന്ന ധനസ്ഥിതി ഉണ്ടായിരുന്നു, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ അത്ര കാര്യങ്ങളൊന്നും, വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് സമ്മതിച്ചേ തീരൂ. സമുദായത്തെ ഉദ്ധരിക്കുക തന്റെ ജീവിത ലക്ഷ്യമായി കരുതിയ വി.ടി. സമുദായത്തിന്റെ കേടുപാടുകളെ പൊക്കിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. വി.ടി. തന്റെ സമുദായത്തെ ഉദ്ധരിക്കുക, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതിനാണ് ശ്രമിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. സമുദായത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അന്നത്തെ ഭൂവുടമകളായ ജന്മികളായ സമുദായക്കാർ അദ്ദേഹത്തെ വെറുതെ വിടുമോ? അദ്ദേഹത്തെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു, നാടകം നിരോധിക്കാൻ ശ്രമിച്ചു. എന്തെല്ലാം കഷ്ടതകളാണ് വി.ടി. ഇതിന്റെ പേരിൽ വി.ടിക്ക് ഉണ്ടായിട്ടുള്ളത്, ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തന്റെ സമുദായത്തിലെ അനാചാരങ്ങളെ ഇല്ലാതാക്കി തന്റെ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരിക, തന്റെ സമുദായത്തിലെ അന്തർജനങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകുക, യുവാക്കൾക്ക് നല്ലൊരു ജീവിതം നൽകുക. അതുപോലെ സമുദായത്തിലുള്ള അനാചാരങ്ങൾ, ഈ മൂത്ത മകന് മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കൂ, ഇളയവരെല്ലാം സംബന്ധം ചെയ്യണം, അതുപോലെ വിധവാ വിവാഹം പാടില്ല, മിശ്രവിവാഹം പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള എല്ലാം ഒന്ന് മാറ്റി തന്റെ സമുദായത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരണമെന്ന ജീവിത ലക്ഷ്യമായിരുന്നു വി.ടിക്ക് ഉണ്ടായിരുന്നത്. ആ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് അദ്ദേഹം എഴുത്തിലൂടെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്റെ സമുദായത്തിന്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതില് നമ്മൾ ഒട്ടും ആശ്ചര്യപ്പെടേണ്ട. കാരണം സമുദായത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അതിന്റെ കേടുപാടുകൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് നോക്കൂ, ആ സമുദായ നിലയെല്ലാം ഇന്ന് മാറിക്കഴിഞ്ഞു. നമ്പൂതിരി സമുദായം വളരെ മുന്നോട്ടു പോയി. ആ സമുദായ നിലയെല്ലാം മാറി. അവരെല്ലാം, ആ സമുദായം ഇന്ന് വളരെയധികം മുന്നോട്ടു പോയി.
എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട്. സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറിക്കുന്നു. ഈ പുസ്തകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആ നമ്പൂതിരി സമുദായത്തിന്റെ മാറ്റത്തിന് ഒരു കാരണം തന്നെയാണ്. അതിന്റെ ഒരു പരിവർത്തന ദശയെ കുറിക്കുന്നു. സത്യമാണത്. ആ നാടകം വേദിയിൽ അവതരിപ്പിച്ചു. അത് കണ്ട ആളുകൾ, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട യുവാക്കളും സ്ത്രീകളും പരിവർത്തനത്തിന് വിധേയരായി. സ്ത്രീകൾ മറക്കുട വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നു. യുവാക്കൾ വേദാധ്യാപനത്തെ എതിർത്ത് അവർ ഉന്നത പഠനത്തിന് ശ്രമിച്ചു, പരിവേദനം നടപ്പാക്കി. അപ്പോൾ തീർച്ചയായിട്ടും നമ്പൂതിരി സമുദായത്തിലെ ആ പരിവർത്തന ദശയ്ക്ക് കാരണം ഈ നാടകം തന്നെയാണ്. പാറ പോലെ ഉറച്ചു കിടന്ന, ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല. ആ നമ്പൂതിരി സമുദായത്തിലെ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പാറ പോലെ ഉറച്ചു കിടന്ന, പാറ നല്ല ബലമുള്ളതാണ്, അത് ഉറച്ചു കിടക്കുകയാണ്, ഇളക്കി മാറ്റാൻ സാധിക്കുകയില്ല. ആ പാറ പോലെ ഉറച്ചു കിടന്ന, ഇഴുകി പിടിച്ച, അലിഞ്ഞു ചേർന്ന ആ ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ. ഇവിടെ ആചാരങ്ങൾ അനാചാരങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണ് അതെന്ന് പഠിച്ചു കഴിഞ്ഞു. ആ ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ അത് ഒരിക്കലും നമുക്ക് പൊളിച്ചു കളയാൻ സാധിക്കുകയില്ല. അത്ര ബലമാണ്. പാറ പോലെ ഉറച്ചു കിടക്കുന്നതാണ്, ഇഴുകി ചേർന്നതാണ്. അങ്ങനെയുള്ള ആ വൻ ഭിത്തികൾ പുറത്തു നിന്നൊരാൾക്ക് ഇളക്കി മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് ഇളക്കി മാറ്റണമെങ്കിൽ, അത് മറിച്ച് പൊട്ടിച്ച് കളയണമെങ്കിൽ ഉള്ളിൽ നിന്നു തന്നെ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. ആ വൻഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വം നിലവിലുള്ള അവസ്ഥ തന്നെ തുടരുക, അതാണ്. ചിലർക്ക് ആ പഴയ മാമൂലുകളൊക്കെ മാറ്റുക സാധ്യമല്ല. ആ മാമൂലുകളിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ചിന്താഗതിയാണുള്ളത്. അതിനാണ് യാഥാസ്ഥിതികത്വം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ആ യാഥാസ്ഥിതികത്വത്തെ, നമ്പൂതിരി സമുദായത്തിലുള്ള അനാചാരങ്ങളെ പൊളിച്ചു കളയണമെങ്കിൽ ആർക്കേ സാധിക്കുകയുള്ളൂ? ആ കോട്ടയുടെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ, ആ സമുദായത്തിലുള്ള ഒരാൾക്ക് മാത്രമേ. വീട്ടി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. ആ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആ വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ അനാചാരങ്ങളെ പൊളിച്ചു മാറ്റുകയാണ്. അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് ഇവിടെ ലേഖകൻ കെ കേളപ്പൻ പറയുന്നത്. എന്താണ്? പാറ പോലെ ഉറച്ചു കിടന്ന, ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമല്ല. അതിനുള്ളിൽ ഒരു പൊട്ടിത്തെറിയാണ് വേണ്ടത്. അതാണ് ആ കോട്ടയെ ഭേദിച്ചത്. അതിന്റെ ഉള്ളിലുള്ള ആ പൊട്ടിത്തെറിക്ക് കാരണക്കാരൻ ആരാണ്? വീട്ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹം ആ പൊട്ടിത്തെറിക്ക് ഏത് ആറ്റം ബോംബാണ് പ്രയോഗിച്ചത്? അദ്ദേഹം എഴുതിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ആ നാടകമാണ് അവിടെ പൊട്ടിത്തെറിച്ച് സമുദായത്തെ ആകെ ഇളക്കി മറിച്ച് ഈ പരുവത്തിലാക്കിയത്. അതിന് നേതൃത്വം വഹിച്ചത് വീട്ടിയാണ്. അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആ പരമാർത്ഥം വളരെ പേർ അന്ന് ധരിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെ നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.